നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും ഉടലെടുക്കുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും ഹോർമൂസ് കടലിടുക്കിൽ വലിയ സംഘർഷം നടത്തിയിരുന്നു. അമേരിക്കൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചതോടുകൂടി ഇറാൻ്റെ സൈന്യമായ IRGC ആക്രമണം നടത്തിയിരുന്നു. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ഇറാൻ്റെ ബോട്ടുകളെ അമേരിക്ക നടുക്കടലിൽ മുക്കിയിരുന്നു. അതിനുശേഷം നടന്ന ഡ്രോൺ ആക്രമണത്തിലും മിസൈൽ ആക്രമണവും അമേരിക്ക വളരെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇറാൻ്റെ ആക്രമണങ്ങൾക്കിടയിലും അമേരിക്കൻ കപ്പലുകൾ സുരക്ഷിതമായി മറുഭാഗത്തെത്തി എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അതിനുശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ കനക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ ആക്രമണം നടത്തിയിരുന്നു. തങ്ങളുടെ മേൽ ആക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ തങ്ങളുടെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് അമേരിക്ക ഇനിയും നിർത്തിയില്ല എങ്കിൽ അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് ഇറാൻ രാവിലെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാലും ഹോർമൂസ് കടലിടുക്കിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചാലും അമേരിക്കൻ കേന്ദ്രങ്ങളെയും അമേരിക്കൻ പടക്കപ്പലുകളെയും ചുട്ടുകരിക്കും. അതിൻ്റെ ഒരു ഉത്തരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും ഇറാൻ സൈന്യം ഇന്നലെ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. UAE, ഖത്തർ, കുവൈത്ത് എന്നീ രാജ്യങ്ങൾ അമേരിക്കയെ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ സഹായിക്കുന്ന രാജ്യങ്ങളാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നലെ ഇറാൻ വ്യോമാക്രമണവും അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണവും നടത്തിയത്. ഈ ഡ്രോണുകളെയും മിസൈലുകളെയും എല്ലാം ആകാശത്ത് വെച്ച് ഫലപ്രദമായി പ്രതിരോധിച്ചെന്ന് ഗൾഫ് രാജ്യങ്ങൾ അവകാശപ്പെട്ടു. പക്ഷേ ഖത്തർ തുറമുഖത്തുണ്ടായിരുന്ന ഒരു കപ്പലിൽ ഈ ആക്രമണത്തിൽ കേടുപാടുകൾ ഉണ്ടായി. കപ്പൽ തീപിടിക്കുകയായിരുന്നു. തീ അണയ്ക്കാനായിട്ടുള്ള എല്ലാ സഹായവും ഖത്തർ സൈന്യം നടത്തിയെന്നും ആർക്കും പരിക്കുകളില്ല എന്നും ഖത്തർ അറിയിച്ചു. ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എങ്കിൽ കൂടി പശ്ചിമേഷ്യയിൽ ഇന്നലെ ആശങ്ക ഉയരുകയായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു എന്ന സൂചനകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് സ്ഥിതിഗതികൾ വഷളാക്കിക്കൊണ്ടുള്ള ആക്രമണം നടത്തിയത്. അമേരിക്ക ഇറാനോട് ഒരു കാരണവശാലും ഈ ആണവായുധം നിർമ്മിക്കരുത് എന്ന ഒരു നിബന്ധനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആണവായുധ നിർമ്മാണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കാണ് അമേരിക്കയുടെ താല്പര്യം. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് ഇറാൻ വന്നില്ല എങ്കിൽ വീണ്ടും ആക്രമണം പുനരാരംഭിക്കും എന്ന് അമേരിക്ക അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഗൾഫിൽ ഇറാൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു കപ്പലുകളും പുറത്തേക്ക് നീങ്ങാൻ ഇറാൻ അനുവദിക്കുന്നില്ല. ഇറാൻ്റെ സൈന്യം മിസൈൽ വിന്യാസവും ഡ്രോണുകളും അതുപോലെ തന്നെ ഗൺ ബോട്ടുകളും അടക്കം ഒരുക്കി വെച്ച് കപ്പലുകളെ തടയുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഉടനീളം ഇറാൻ മൈനുകൾ പാകിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യം ഈ മൈനുകളെയെല്ലാം വാരിമാറ്റുകയും അവരുടെ ഈ കപ്പലുകൾ ഈ പാതയിലൂടെ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷമുണ്ടായെങ്കിലും കപ്പലുകൾ വിജയകരമായി പുറത്തേക്ക് കൊണ്ടുവന്നുവെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അമേരിക്ക ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെ ഉപരോധം തുടരുകയാണ്. തങ്ങളുടെ തുറമുഖങ്ങൾക്ക് നേരെ ഉപരോധം തുടരുന്നതുകൊണ്ടാണ് ഹോർമൂസിൽ തങ്ങൾ ഈ ആക്രമണം അല്ലെങ്കിൽ ഹോർമൂസിൽ ഇങ്ങനെ ഞങ്ങൾ പ്രതിരോധം തീർക്കുന്നത് എന്നാണ് ഇറാൻ്റെ വാദം. ആയിരക്കണക്കിന് കപ്പലുകളാണ് ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് കാരണം വലിയ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും വരുന്നത് റഷ്യയിൽ നിന്നാണ് എങ്കിൽ കൂടി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയരുന്നത് ഇന്ത്യയെയും വളരെ ദോഷകരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുൻകരുതൽ എന്നോണം ഇന്ത്യക്കാർ എണ്ണ ഉപഭോഗം കുറയ്ക്കണമെന്നും വിദേശയാത്രകൾ അടുത്ത ഒരു വർഷത്തേക്ക് കുറയ്ക്കണമെന്നും സ്വർണം വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്നുമൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ പൗരന്മാർക്ക് നൽകിയിരുന്നു. ഇത്തരം നിർദ്ദേശങ്ങൾ സമീപഭാവിയിൽ തന്നെ രാജ്യം ചെന്ന് പെടാൻ പോകുന്ന ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ളതാണ് എന്ന് പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ BJP വൃത്തങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനെതിരെ അതിനിശിതമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവന രാജ്യം എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണെന്നും പ്രധാനമന്ത്രി ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുകയാണ് എന്നുമാണ് രാഹുൽ ഗാന്ധി വാദിക്കുന്നത്. എന്നാൽ പ്രതിസന്ധികളിൽ രാജ്യത്തെ എപ്പോഴും മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ അനുസരിക്കുമെന്നുമാണ് BJP തിരിച്ചടി നൽകുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉടലെടുക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിനിടയിൽ അമേരിക്കയുമായിട്ടുള്ള സൈനിക സഹകരണം ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വളരെ അടുത്ത സൈനിക സഹകരണമുണ്ട്. പലപ്പോഴും ഇസ്രായേലിന് സൗജന്യമായി ആയുധങ്ങൾ നൽകുന്ന രാജ്യമാണ് അമേരിക്ക. ഈ സൈനിക സഹകരണമാണ് ഇറാനിനെതിരെയിട്ടുള്ള സൈനിക നടപടിയിൽ നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് ഭീഷണിയാകുന്നത് ഇസ്രായേലിനാണ്. ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്താനും ഇസ്രായേലിനെ ആക്രമിക്കാനുമാണ് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത് ഇസ്രായേലാണ് എന്നും ഇറാനെതിരായിട്ടുള്ള ആ ആക്രമണം അനാവശ്യമാണ് എന്നും അമേരിക്കക്കാരിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം 61% പേരാണ് ഇസ്രായേലിന് വേണ്ടി ഇങ്ങനെ ഇറാനെതിരെ ആക്രമണം നടത്തേണ്ടതില്ല എന്നും അമേരിക്കയുടെ നികുതിദായകരുടെ പണം ഇങ്ങനെ പാഴാക്കി കളയേണ്ടതില്ല എന്നും ജനങ്ങൾ തുറന്നടിച്ചത്. അതിനുശേഷം യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് അമേരിക്കൻ ഭരണകൂടം കടക്കുന്നത് നമ്മൾ കണ്ടു. അതിനിടയിലാണ് അമേരിക്കയുമായിട്ടുള്ള സൈനിക സഹകരണം ഘട്ടം ഘട്ടമായി കുറയ്ക്കും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വയ്ക്കുന്നത്. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് സൈനികമായി ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറാനെ അടക്കം ഇല്ലാതാക്കിയതിന് ശേഷം അമേരിക്കയുമായിട്ടുള്ള സൈനിക സഹകരണം അവസാനിപ്പിക്കാനാണ് ഇസ്രായേൽ ആലോചിക്കുന്നത്. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്നും അമേരിക്കയുടെ അടിമയായി അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് കേട്ട് ഇങ്ങനെ നിൽക്കാൻ ആ രാജ്യം താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി അകന്നുകൊണ്ട് സ്വന്തമായി പ്രതിരോധ രംഗത്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആർജവം അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ എന്ന് നിസ്സംശയം പറയാം. ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഈ പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ അമേരിക്കയുമായിട്ടുള്ള സൈനിക സഹകരണം അവസാനിപ്പിക്കുമെന്ന പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്നത് എന്ന് ശ്രദ്ധേയമാണ്. എന്തായാലും പശ്ചിമേഷ്യ വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ് എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ കടലിൽ സംഘർഷം നടന്നു. തൊട്ടു പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഈ സംഘർഷാവസ്ഥ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. ജനങ്ങൾ ഒടുവിൽ ബുദ്ധിമുട്ടാതിരിക്കാനുള്ള മുൻകൂർ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തിന് നൽകിയതും.